ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ എണീക്കാണ് കേട്ടോ. രാവിലെ സുബ്ഹ് നമസ്കരിച്ച് അത്താഴം കഴിഞ്ഞ് സുബ്ഹ് നമസ്കരിച്ച് കിടന്നിട്ട് പിന്നെ നമ്മളൊരു 10:30ക്കാണ് ഇപ്പം എണീക്കുന്നത്. അങ്ങനെ മിററിൽ നോക്കി ഷോ ഓഫ് ഇടുന്നില്ലേ ഞാൻ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ പരിപാടി. ഇനി നമ്മൾ നേരെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയൊക്കെ പോവാണ്. ഹായ്. അപ്പം നമ്മൾ ബ്രഷ് ചെയ്യാണ് കേട്ടോ. ബ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി അലക്കാനുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് ഞാൻ അലക്കിയിട്ടില്ല. 3 ദിവസത്തെ ഡ്രസ്സ് മെഷീന് നിറയെ ഉണ്ടായിരുന്നു. അത് അലക്കാനിട്ട ശേഷം ഞാൻ ഹെയറിൽ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഹെയറിൽ എണ്ണ ഇട്ടില്ലെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് പൊലൻ ചീത്തായിരിക്കും. കാരണം ഹെയർ സൗദിയിലായതുകൊണ്ട് തന്നെ ഹെയർ ഫോൾ ഉണ്ടാവുമോ എന്നുള്ള പേടിയാണ് ഉമ്മാക്കും എനിക്കും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ എണ്ണ യൂസ് ചെയ്ത ഉമ്മച്ചി ഉണ്ടാക്കിയെന്ന എണ്ണയാണ്. അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഹെയർ ഫോളൊന്നും വന്നിട്ടില്ല. അപ്പം നമ്മൾ എണ്ണ ഇട്ട ശേഷം നമ്മൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. സുഹൂറിൻ്റെ പാത്രങ്ങളാണ്. ചിലപ്പോൾ മൂടുണ്ടെങ്കിൽ മാത്രമേ അപ്പോൾ കഴുകുള്ളൂ. അത് കഴുകി വെക്കാൻ കേട്ടോ. പണ്ടൊക്കെ സുഹൂറിന് അല്ലെങ്കിൽ അത്താഴത്തിന് എണീക്കാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു ഞാൻ. ഉമ്മി 4 മണിക്ക് വിളിക്കാൻ തുടങ്ങിയാലും 4:30 വരെ നിൽക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ മാറ്റി മാറ്റി പറയും. ഇപ്പോൾ റെസ്പോൺസിബിലിറ്റീസൊക്കെ നമ്മളെ തലയിൽ സ്വന്തമായിട്ട് വന്നപ്പോൾ എല്ലാം പഠിച്ചു കേട്ടോ. അപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പുറത്ത് വന്ന് നോക്കുകയാണ്. സ്കൈ അടിപൊളിയായിട്ട് കാണുന്നുണ്ട് അല്ലേ? കണ്ടില്ലേ? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്താണെന്നറിയില്ല, നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മൾ ഉമ്മിക്കൊന്ന് കോൾ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഉമ്മിക്കൊക്കെ കോൾ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരെ കുളിക്കാനായിട്ട് വന്നു. അതായത് ഞാൻ തലയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ കുളിച്ച് വന്ന് വീണ്ടും മിററിൽ ഷോ ഇടുന്നില്ലേ ഞാൻ. അങ്ങനെ നമ്മൾ കുറച്ച് ഷോ ഒക്കെ കാണിച്ച ശേഷം നേരെ പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉളുഹ് എടുത്ത് വന്ന ശേഷം ഷോക്സും കാര്യങ്ങളൊക്കെ ഇട്ട ശേഷമാണ് നമസ്കരിക്കുന്നത്. അങ്ങനെ ഇനി നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണാം. നമസ്കാരവും ഓത്തും ദിക്റൊക്കെ കഴിയുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണല്ലേ. മൈൻഡും ശരീരവും മൊത്തം ഒന്ന് റിഫ്രഷ് ആവുന്ന പോലെ ഫീൽ ചെയ്യലുണ്ട്. എല്ലാവർക്കും ഉണ്ടോ? ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ കോസ്മെറ്റിക്സൊക്കെയാണ് കാണിച്ചത്. ഇതെൻ്റെ ഹെയർ സ്പ്രേ ആണ് കേട്ടോ. ഹെയർ സ്പ്രേ ആണ്, റോസ്മേരി ഹെയർ സ്പ്രേ ആണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇവിടുന്ന് ഒരു ആയുർവേദ കടയിൽ നിന്ന് റോസ്മേരി ലീവ്സ് വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. എൻ്റെ ബ്രദറിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. ഞാനും എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. മെയിൻലി ഇപ്പോൾ ഞാനാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഹെയർ സ്പ്രേ ചെയ്ത ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് മൈൽഡായിട്ടുള്ള സ്മെല്ലേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ റമദാനിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇത് മൈൽഡായിട്ടുള്ള സ്മെല്ല് മാത്രമേ ഉള്ളൂ. ഭയങ്കര എന്താ പറയുക, സ്റ്റിക്കിയാണ്, അതായത് ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പം നമ്മൾ അതൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാര്യം വിൻ്റർ ആയതുകൊണ്ട് എൻ്റെ ഈ മൂക്കിൻ്റെ 2 സൈഡിലും ഈ ഒരു വെള്ള പൊടി പോലെ ഭയങ്കര ഡ്രൈ ആണ് ഫേസ്. അങ്ങനെ യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് യൂസ് ചെയ്താൽ കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കിച്ചണിലോട്ട് വന്നിട്ട് ബീഫ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി നമ്മളൊരു കുക്കറിലേക്ക് അത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യുന്നത് എന്ന് കാണാം. നമ്മൾ ബീഫ് വയറ്റിയെടുക്കുകയാണ് കേട്ടോ. വയറ്റുക എന്ന് പറഞ്ഞാൽ വെള്ളം ഒട്ടുമില്ലാത്ത ഡ്രൈ ആയിട്ട് ഒലത്തുക എന്നൊക്കെ പറയില്ലേ,
അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത പൊടികളൊക്കെ ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഞാൻ പൊടികൾ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. പിന്നെ ഞാൻ കുറച്ച് ചില്ലി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഗ്രീൻ ചില്ലി ആഡ് ചെയ്തു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഞാനതങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ്. നമ്മുടെ വാഷ് ചെയ്ത് വൃത്തിയുള്ള കൈയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ നമുക്ക് തന്നെ കുഴച്ചെടുക്കുക. എന്നിട്ട് നേരെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, കുക്കർ വേവിക്കാൻ, ഐ മീൻ കുക്കർ വേവിക്കാനല്ല, ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 10 വിസിൽ, ഞാൻ ശരിക്കും നോർമലി ഒരു 8-9 വിസിലടിച്ചാൽ മതി എന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് നോ, എൻ്റെ ബീഫ് കഴിഞ്ഞ പ്രാവശ്യം ഒരു 10 വിസിലായിട്ട് വെന്തില്ല. അപ്പോൾ ഞാനൊരു 12 വിസിൽ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്ത് പോയി അസർ നമസ്കരിച്ചിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ബീഫിൻ്റെ ബാക്കി പരിപാടികൾ ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ അസർ നമസ്കരിക്കാൻ പോയി. അപ്പം ഞാൻ വന്ന സമയത്താണ് ബാക്കി വീഡിയോ എടുത്തത്. നമ്മൾ ബീഫ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബീഫിൻ്റെ വെള്ളം കുക്കറിലുള്ളത് വറ്റിച്ച ശേഷം എന്താ പറയുക, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് ഒണിയൻ കട്ട് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറി ലീവ്സും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബീഫ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്തത്. നന്നായിട്ട് ഡ്രൈ ആവും വരെ വഴറ്റിയെടുക്കുക. കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത്രേ ചെയ്തിട്ടുള്ളൂ. അടിപൊളിയായിട്ട് ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, അത്രയും സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കണ്ടില്ലേ, ബീഫ് ഞാൻ കുറച്ച് മിക്സിയിൽ എടുത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, ഐ മീൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഞാൻ ബീഫ് കട്ട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്ന രീതി ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് എന്താ പറയുക, ഒണിയനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗ്രീൻ ചില്ലിയും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, ഇത് 4 ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പൊട്ടാറ്റോ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബീഫും ആഡ് ചെയ്തു. ഇതാണ് ഫൈനൽ ലുക്ക്. ഈ ഒരു ലുക്കിൽ ഡ്രൈ ആയി കിട്ടണം. ഐ മീൻ നമുക്കിങ്ങനെ കട്ട്ലേറ്റ് ആക്കാനുള്ളതല്ലേ കൈ വെച്ചിട്ട്. അപ്പം നമുക്ക് വാട്ടറി ആവരുത്, വെള്ളമൊന്നുമില്ലാതെ ഡ്രൈ ആയി കിട്ടണം. ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ്, അതായത് ബ്രെഡ് ക്രംസ് ഓൾറെഡി ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി കാണിക്കുമ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പം നിങ്ങളിങ്ങനെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യരുത് കേട്ടോ, വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണേ. അപ്പം നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിത് 2 റെഡിയാക്കി എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അതായത് നമ്മൾ ഒന്ന് കട്ട്ലേറ്റിൻ്റെ വലുപ്പത്തിലാക്കിയിട്ട്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും ബീഫ് കട്ട്ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഒന്ന് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് പോലെ രൂപത്തിലാക്കിയിട്ട് നമ്മൾ ആദ്യം മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. മൈദയിൽ കോട്ട് ചെയ്ത ശേഷം നമ്മൾ എഗ്ഗിൽ കോട്ട് ചെയ്ത ശേഷം റിസ്ക് ബോഡിയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്ത ശേഷം മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 2 ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ എന്നെ കണ്ടോളൂ. ഇതിങ്ങനെ ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നമ്മളിങ്ങനെ സുഖമായിട്ട് ചെയ്യുന്നു. പക്ഷെ സത്യം പറയാലോ, എനിക്ക് നല്ല ഷോൾഡർ പെയിൻ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എനിക്ക് നല്ല ബാക്ക് പെയിനും ഉണ്ട് കേട്ടോ. രണ്ടും വെച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. കാര്യം റമളാൻ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും മേ ബി. ഇറ്റ്സ് ഓക്കെ. അങ്ങനെ നമ്മൾ കട്ട്ലേറ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ ദോശയും ചുടുന്നുണ്ട്. കിട്ടി മക്കളെ, കിട്ടി. നമ്മളെ കട്ട്ലേറ്റ് അടിപൊളിയായിട്ട് കിട്ടി. ദോശ കണ്ടില്ലേ, മഞ്ഞൊക്കെ പെയ്യുന്ന പോലെ, വെറുതെ എഫക്റ്റ് ഇട്ടാ കേട്ടോ. ഇപ്പം നമ്മൾ ചായക്ക് വെള്ളം വെക്കുകയാണ്. വെള്ളമല്ല, പാലാണ് വെക്കുന്നത്. വെള്ളം ഇടാതെ, തുള്ളി വെള്ളം ചേർക്കാതെ പാല് മാത്രം 3-4 ഏലക്കായ ഇട്ടിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. നല്ല ചായപ്പൊടി ഇട്ട്, ചായ ഒന്നും പറയാനില്ല, ഒരു രക്ഷയുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റായിരുന്നു.
ജ്യൂസൊക്കെ തുറന്ന് മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മൾ 8ാമത്തെ നോമ്പ് തുറന്നു. ഇനി 9ാമത്താണ് കേട്ടോ. സൗദിയിലായതുകൊണ്ട് തന്നെ 9ാമത്തെ നോമ്പായിട്ടുണ്ട്. അൽഹംദുലില്ലാ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാൻ്റെയും കാക്കൂൻ്റെയൊക്കെ ഫ്രണ്ട്സിന് നമ്മൾ എല്ലാ ദിവസവും അവർക്കും കൂടിയുള്ള ഫുഡ് ഉണ്ടാക്കും കേട്ടോ. അപ്പം നമ്മൾ അവർക്കും കൂടി ഫുഡ് കൊടുത്തിട്ടാണ് കഴിക്കൽ. അപ്പോൾ അതാണ് കുറച്ച് കൂടുതലായിട്ടെല്ലാം ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ കാണിക്കുമ്പോൾ പകുതി ഇല്ലാത്തതും അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്നാണ് അവർക്കും കൂടെ കൊടുക്കുന്നത്. അൽഹംദുലില്ലാ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മളങ്ങനെ കൊടുക്കുന്നതിൽ. പിന്നെ അവർ അൽഹംദുലില്ലാ പറയുമ്പോൾ നമുക്കും കൂലി കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിപ്പെല്ലാം തീർന്നു. ഇനിയിപ്പോൾ തലവേദന ഇതാണ് കേട്ടോ. ഒത്തിരി പാത്രം കഴുകാനുണ്ട്. ഏതായാലും മാഷാ അല്ലാ കുഴപ്പമൊന്നുമില്ലാതെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ അതും ചെയ്ത് കഴിഞ്ഞു. വെരി ഇൻട്രസ്റ്റഡ്. അതും ചെയ്ത് കഴിഞ്ഞു. നമ്മളെല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പം നമുക്ക് ഏകദേശം ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട് ഗായ്സ്. ഇനി പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചത്. ഇനി നമുക്ക് നേരെ പോയി കിടന്നുറങ്ങാനേ ഉള്ളൂ. അപ്പം അൽഹംദുലില്ലാ നമ്മളെല്ലാ പരിപാടികളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നമസ്കാരം ഓത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല. ഇനി നേരെ ഞാനൊന്ന് പോയി കിടന്ന് റെസ്റ്റ് എടുക്കും. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ബാക്കി ഇനി പിന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.